സഹായിച്ച എല്ലാ വ്യക്തികൾക്കും, പ്രാർത്ഥിച്ചവർക്കും, മാധ്യമങ്ങൾക്കും, കമ്മിറ്റി അംഗങ്ങൾക്കും, നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾക്കും, കോച്ച് അഷ്റഫ്, സിദ്ദീഖ്, പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്, അവരോട് പേരെടുത്ത് പറയുന്നില്ല. റിയാദ് എംബസിയിലെ മലയാളിയായ സിദ്ദീഖും യൂസുഫ്, അദ്ദേഹത്തിന്റെ മകൻ സവാദും, പിന്നെ റിയാദിലെ നിയമസഹായ കമ്മിറ്റികളും നാട്ടിലെ നിയമസഹായ കമ്മിറ്റികളും എന്റെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാ ലോക മലയാളികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. റഹീമിന്റെ മോചനം നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ കാത്തിരിപ്പിന് ഇന്ന് പരിസമാപ്തി ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ നാടും നാട്ടുകാരും എല്ലാം റഹീമിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അതിന്റെ ഒരു സന്തോഷ നിമിഷമാണ്. പെരുന്നാൾ ദിവസം തന്നെ അദ്ദേഹത്തിന് വന്നു ചേരാൻ സാധിച്ചത് നാടിന് മറ്റൊരു പെരുന്നാൾ കൂടി ആയിരിക്കും. ഇതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദി പറയുകയാണ്. ഏറ്റവും നമുക്ക് പറയാനുള്ളത് മാധ്യമ പ്രവർത്തകരോടാണ്. ഇതിൽ ഏറ്റവും വലിയ ഞങ്ങളോട് സഹകരിച്ച് ഈ നമ്മുടെ പ്രയത്നം സഫലീകരിക്കുന്നതിന് വേണ്ടി കഠിനമായി പ്രയത്നിച്ചത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. അവരോട് അഗാധമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ പരമാവധി സഹായിച്ച ബോച്ചയടക്കമുള്ള ആളുകളോടും നന്ദി പ്രകാശിപ്പിക്കുന്നു. രണ്ട് ദിവസത്തിന് ശേഷം ഇതിന് ബാക്കി കാര്യങ്ങൾ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. ഇതുപോലൊക്കെ തന്നെയുണ്ടോ? പോണ പോലെ തന്നെയാണോ? മാറ്റങ്ങളുണ്ടോ? ഇവിടെ മാറ്റങ്ങളുണ്ടോ? പോണ സമയത്ത് അത് ഇതൊക്കെ തന്നെയാണ് വീട് അതുപോലെ തന്നെയാണ്. ബാക്കിയൊക്കെ മാറിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ റിയാദിലെ നിയമസഹായ സമിതിയുടെ ലീഗൽ കാര്യങ്ങൾ പൂർണ്ണമായും നീക്കിയത് നമ്മുടെ സിദ്ദീഖ് ടൂവൽ അവരായിരുന്നു. പവർ ഓഫ് അറ്റോർണി. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം അബ്ദുറഹീമിനോടൊപ്പം ഇവിടെ വന്ന് അബ്ദുറഹീമിന്റെ ഉമ്മായുടെ മുന്നിൽ കൈപ്പിടിച്ചേൽപ്പിച്ചാണ് റിയാദ് നിയമസഹായ സമിതിയുടെ പ്രതിനിധിയായി മിസ്റ്റർ സിദ്ദീഖ് ടൂവൽ ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. ഞാനിപ്പോൾ പറയുന്നത് പോലെ തന്നെ വലിയൊരു ദൗത്യത്തിന്റെ അവസാനമാണ് അബ്ദുറഹീമിന്റെ ജീവിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ 20 വർഷത്തോളം ജീവിതകാലം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി അദ്ദേഹത്തെ പറഞ്ഞുപോലെ കൊടുത്തുകൊണ്ട് കൂടുതലാരും പൊതുസമൂഹം കുറ്റവാളിയായി കാണാതെ അദ്ദേഹത്തിന് വേണ്ട സഹായത്തിനും എയർപോർട്ടിലേക്ക് ജനങ്ങൾ പോയതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് 1 വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം അത് നിങ്ങൾ എല്ലാവരും സമ്മതിക്കും. എല്ലാവരും സഹകരിക്കുക. പ്ലീസ് റിക്വസ്റ്റ് ആണ്. ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. വെള്ളം പാട്ട് ഹലോ. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് അബ്ദുറഹീമിന് വേണ്ട സകല സപ്പോർട്ടും ഇന്ത്യൻ എംബസിയുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലക്കല്ല, എല്ലാ തലങ്ങളിലും സ്വന്തം സഹോദരനെ പോലെ കണക്കിലെടുത്തുകൊണ്ട് അബ്ദുറഹീമിന്റെ ജയിൽ മോചനത്തിന് വേണ്ടി വഴിവെട്ടി തെളിയിച്ച പ്രിയപ്പെട്ട യൂസുഫ് കാക്കഞ്ചേരി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും.